നമസ്കാരം. സീൽ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ബിജെപി നേതാക്കൾക്കെതിരായ കോഴ ആരോപണം വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടതായി ഡിജിപി ലോക്നാഥ് ബെഹ്റ. നിയമപാലകനാവുന്നതോടെ ഉത്തരവാദിത്തം കൂടുകയാണെന്നും നിയമപാലനം എളുപ്പമല്ലെന്നും ഡിജിപി. സമഗ്ര വിദ്യാഭ്യാസ സംരക്ഷണ നിയമം അഭിമാനപൂർവ്വം സർക്കാർ കൊണ്ടാടുമ്പോഴും ഒരു സംരക്ഷണവും ലഭിക്കാതെ അടച്ചുപൂട്ടലിന്റെ വക്കിൽ ആന്തൂർ നഗരസഭയിലെ കോൾത്തുരുത്തി LP സ്കൂൾ. സ്കൂളിൽ പഠിപ്പിക്കാൻ അധ്യാപകരാരുമില്ല. തകർന്നു വീഴാറായ കെട്ടിടത്തിൽ 9 കുട്ടികൾ കഴിയുന്നത് ജീവൻ പണയപ്പെടുത്തി. നടപടിയെടുക്കാതെ അധികൃതർ. റബ്ബർ മേഖലയിലെ പ്രതിസന്ധി. റബ്ബർ വെട്ടിമാറ്റി മറ്റ് കൃഷികൾ ചെയ്യാനുള്ള തയ്യാറെടുപ്പിൽ കർഷകർ. വാർത്തകൾ വിശദമായി. ബിജെപി നേതാക്കൾക്കെതിരെയുള്ള മെഡിക്കൽ കോളേജ് കോഴ ആരോപണത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടതായി സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ. സംഭവത്തിൽ ഇന്ന് തന്നെ വിജിലൻസ് അന്വേഷണം തുടങ്ങുമെന്നും അദ്ദേഹം പറഞ്ഞു. മാങ്ങാട്ടുപറമ്പ് KAP ആസ്ഥാനത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബിജെപി നേതാക്കൾക്കെതിരായ ആരോപണത്തിൽ വ്യാഴാഴ്ച തന്നെ പരാതി ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ കേസ് അന്വേഷിക്കാൻ വിജിലൻസിന് ഉത്തരവ് നൽകി. ദിലീപിനെതിരായ അന്വേഷണം പ്രത്യേക അന്വേഷണ സംഘത്തിന് കീഴിൽ നടക്കുകയാണ്. കേസ് അവർ സ്വതന്ത്രമായി അന്വേഷിക്കട്ടെ. തൃശൂരിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത വിനായകൻ എന്ന യുവാവിന്റെ ആത്മഹത്യ സംബന്ധിച്ച് അന്വേഷിക്കാൻ ഉത്തരവിട്ടിട്ടുണ്ട്. ഇന്നലെ ആ പെറ്റീഷൻ എനിക്ക് കിട്ടി. ഒരു പെറ്റീഷൻ കിട്ടി. അവിടെ ഞാൻ ഓർഡർ കൊടുത്തു എൻക്വയറി ചെയ്യാൻ വേണ്ടിയിട്ട് വിജിലൻസിൽ. അത് വിജിലൻസ് നോട്ട് ആസ് പോലീസ് മേധാവി ഞാനൊരു എൻക്വയറി ചെയ്യാൻ വേണ്ടി കൊടുത്തു. ടുഡേ ഓൺവേർഡ്സ് they will start the inquiry from today. No, that I will not say because now special investigation team is now investigating and let them come out. I have not they are free to do investigation and they are doing it properly. നമ്മുടെ IG മിസ്റ്റർ അജിത്ക്ക് ഒരു എൻക്വയറി കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മിനിയാനെ പറഞ്ഞു. IG അജിത്തിന്റെ മേൽനോട്ടത്തിലാകും അന്വേഷണം നടക്കുകയെന്നും ലോക്നാഥ് ബെഹ്റ വ്യക്തമാക്കി. സീൽ ന്യൂസ്, ധർമ്മശാല. ചെയ്യുന്ന ജോലികൾ നൂറുകണക്കിന് ആളുകൾ കാണുന്നുണ്ടെന്ന ബോധം നിയമപാലകർക്ക് ഉണ്ടാകണമെന്ന് സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ. വിദ്യാസമ്പന്നർ ഏറിവരുന്നതിനാൽ സേനയിൽ കൂടുതൽ സാങ്കേതികവിദ്യ വളർത്തുമെന്നും ലോക്നാഥ് ബെഹ്റ പറഞ്ഞു. മാങ്ങാട്ടുപറമ്പ് KAP 4ാം ബറ്റാലിയൻ ഗ്രൗണ്ടിൽ നടന്ന പാസിംഗ് ഔട്ട് പരേഡിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ദേശീയ ഗീതം വന്ദേ മാതരത്തിന്റെ അകമ്പടിയോടുകൂടി മൈതാനമധ്യത്തിൽ എത്തിച്ചേരുമ്പോൾ വ്യാസനം ഭാസനം ഉൾപ്പെടെയുള്ള പ്രതിഭകളുടെ മുഴുവൻ പ്രതിഭയും ഊറ്റിയെടുത്ത് കാലം ഭാരതത്തിന് നൽകിയ ഇന്ത്യയുടെ മാങ്ങാട്ടുപറമ്പ് KAP 4ാം ബറ്റാലിയൻ ഗ്രൗണ്ടിൽ നടന്ന പാസിംഗ് ഔട്ട് പരേഡിൽ DGP ലോക്നാഥ് ബെഹ്റ സല്യൂട്ട് സ്വീകരിച്ചു. KAP ബറ്റാലിയൻ വിഭാഗത്തിൽ മികച്ച ഓൾറൗണ്ടറായി അജിത് CAയെയും IRBയിൽ മികച്ച ഓൾറൗണ്ടറായി NR വരുൺ ഘോഷിനെയും തിരഞ്ഞെടുത്തു. ശ്രീ ഗോവിന്ദന്റെയും വിനോദിനിയുടെയും മകനാണ് PC 56-17 രഞ്ജിത്ത്. ബെസ്റ്റ് ഷൂട്ടർ രഞ്ജിത്ത് CGയും സബൂറയുടെയും മകനാണ് PC 472 അനീഷ്. നിയമപാലകനാവുന്നതോടെ ഉത്തരവാദിത്തം കൂടുകയാണ്. നിയമപാലനം അത്ര എളുപ്പമല്ല. ഇന്ത്യയിലെ മികച്ച പോലീസ് സേനയായി കേരള പോലീസ് മാറിയെന്നും സേനയിൽ ഓരോരുത്തരും താൽപര്യമുള്ള മേഖലകൾ തിരഞ്ഞെടുക്കുകയും അവയിൽ വൈദഗ്ധ്യം നേടണമെന്നും DGP പറഞ്ഞു. കേരള പോലീസ് ഇന്ത്യയിലെ നമ്പർ 1 പോലീസിന്റെ സ്ഥാനത്താണ്. ഞാനത് പറയുന്നില്ല. ഇത് ഓരോ സൈഡിലും മീഡിയ ഹൗസ് പിന്നെ നമുക്ക് ഒരുപാട് ഇതിനെപ്പറ്റി അവാർഡ് കിട്ടുന്നുണ്ട്.
കാരണം നമ്മുടെ സോഷ്യൽ പോലീസിങ് ഇന്ത്യയുടെ നമ്പർ 1. അപ്പോൾ ഈ നമ്പർ 1 ആയിട്ട് നമ്പർ 1 നമുക്ക് പൊസിഷൻ കിട്ടി. ഞാൻ എല്ലാ സമയത്ത് പറയാറുണ്ടോ, ഈ നമ്പർ 1 പൊസിഷൻ റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്പർ 1 ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് അതവർക്ക് എപ്പോഴുള്ള പ്രയാസമുള്ള കാര്യം. ഓൾ ഡിപെൻഡ് ഓൺ യു. അപ്പോൾ ഈ നമ്പർ 1 പോലീസ് പൊസിഷൻ എങ്ങനെ നമുക്ക് നിൽക്കാം, നമുക്ക് സാധിക്കും ഫ്യൂച്ചറിൽ നിൽക്കാൻ വേണ്ടി. അത് നിങ്ങളുടെ ജോലിയിൽ ജോയിൻ ചെയ്യാൻ ശേഷം ഇപ്പോൾ ബറ്റാലിയനിലേക്ക് പോകും. ബറ്റാലിയനിലെ ഒരു ടൈം ജോലിയാണ്. സമയമായ ശേഷം നിങ്ങൾക്ക് ഒരു മനസ്സിലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അതുകൂടാതെ നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ കിട്ടും. നല്ല രീതിയിൽ സ്പെഷ്യലൈസേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ സ്പെഷ്യലൈസേഷൻക്ക് എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ബറ്റാലിയനിലെ ഇപ്പോഴത്തെ ADGP വളരെ ഒരു നല്ല സ്കീമുകൾ കൊണ്ടുവന്നിട്ടുണ്ടോ. DIGP ബറ്റാലിയൻ ഉണ്ടോ, ADGP ബറ്റാലിയൻ ഉണ്ടോ. അപ്പോൾ അങ്ങനെ ഓരോ കാര്യത്തിൽ ഐഡന്റിഫൈ ദ ടാലന്റ്, ഐഡന്റിഫൈ ദി ആപ്റ്റിറ്റ്യൂഡ്. ആ രീതിയിൽ അവർക്ക് ആ വഴിയിലേക്ക് അപ്പോൾ എൻകറേജ് ചെയ്യണം. KAP വിവിധ ബറ്റാലിയനുകളിലെ 96 പോലീസുകാരും ഇന്ത്യ റിസർവ് ബറ്റാലിയനിലെ 25 പോലീസുകാരും ഉൾപ്പെടെ 121 പേരാണ് പാസിംഗ് ഔട്ട് പരേഡിലൂടെ പുറത്തിറങ്ങിയത്. അഡീഷണൽ DGP സുദേവ് കുമാർ, ആംഡ് പോലീസ് DIG ഷഫീൻ അഹമ്മദ്, ജില്ലാ പോലീസ് സൂപ്രണ്ട് ശിവവിക്രം, KAP ബറ്റാലിയൻ കമാൻഡന്റ് സഞ്ജയ് കുമാർ ഗുരുദിൻ, റോയ് P. തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. സേനയിൽ MPhil കരസ്ഥമാക്കിയ ഒരാളും 15 ബിരുദാനന്തര ബിരുദധാരികളും 5 BTech ബിരുദധാരികളും 1 B.Edകാരനും 45 ബിരുദധാരികളും പരിശീലനം പൂർത്തിയാക്കിയവരിൽ ഉൾപ്പെടും. സീൽ ന്യൂസ്, ധർമ്മശാല. സമഗ്ര വിദ്യാഭ്യാസ സംരക്ഷണ നിയമം അഭിമാനപൂർവ്വം സർക്കാർ കൊണ്ടാടുമ്പോൾ ഇത്തരത്തിലൊരു സംരക്ഷണവും ലഭിക്കാതെ അടച്ചുപൂട്ടലിന്റെ വക്കിലെത്തി നിൽക്കുകയാണ് ആന്തൂർ നഗരസഭാ പരിധിയിലെ കോൾത്തുരുത്തി ALP സ്കൂൾ. ഒരു സ്കൂളിൽ ആവശ്യമായത് എന്താണോ അതൊന്നുമില്ല ഇവിടെ. അധ്യാപകനില്ല, അടിസ്ഥാന സൗകര്യങ്ങളില്ല. ഉള്ളത് ജനപ്രതിനിധികളുടെ അവഗണനയുടെ വലിയൊരു അധ്യായം. ആന്തൂർ നഗരസഭയിലെ ദ്വീപായ കോൾത്തുരുത്തിയിലെ ഏക പള്ളിക്കൂടം. സമഗ്ര വിദ്യാഭ്യാസ സംരക്ഷണ നിയമം അഭിമാനപൂർവ്വം നടപ്പാക്കിയെന്ന് മേനി നടിക്കുന്ന തളിപ്രമ്പ് നിയോജക മണ്ഡലത്തിലെ ഒരു സ്കൂൾ. ആ സ്കൂളിൻ്റെ അവസ്ഥ ഒന്ന് അറിയേണ്ടതാണ്. 1930 സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചത്. 86 വർഷത്തെ കളിച്ചിരികൾക്ക് ചിലപ്പോൾ ഇനി അത്രയേ ആയുസ്സുണ്ടാവാൻ വഴിയുള്ളൂ. 4 ക്ലാസ്സുകളിലായി ആകെയുള്ളത് 9 കുട്ടികൾ. 1-ാം ക്ലാസ്സിൽ 3 കുട്ടികൾ, 2-ലും 3 കുട്ടികൾ, 3-ൽ 2 കുട്ടികളും 4-ൽ 1 കുട്ടിയും. ഇവരെയൊക്കെ പഠിപ്പിക്കാനുള്ളത് MV രാജീവൻ എന്ന ഒരു അധ്യാപകൻ മാത്രം. എന്നാൽ ഈ 9 വിദ്യാർത്ഥികളുടെയും ഭാവി ഇപ്പോൾ തുലാസിലാണ്. ജൂൺ 1 മുതൽ ഇദ്ദേഹവും ഇവിടെ എത്തിയിട്ടില്ല. അപകടം സംഭവിച്ച് കിടപ്പിലായത് കാരണം ഇനി എന്ന് ഈ സ്കൂൾ മുറ്റത്ത് എത്താൻ കഴിയും എന്നതും ചോദ്യചിഹ്നമാണ്. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് 2 അധ്യാപകരെ ഇവിടെ നിയമിച്ചിരുന്നുവെങ്കിലും ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞതോടെ ഇവരും പോയി. ഇപ്പോൾ പ്രദേശത്ത് തന്നെയുള്ള ഒരു അധ്യാപിക ദിവസവേതനാടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നു. ഇവർക്കാണെങ്കിൽ ഇതുവരെയായിട്ടും ശമ്പളവും ലഭ്യമാക്കിയിട്ടില്ല. കുട്ടികളുടെ ഭാവിയോർത്ത് മാത്രം ഇവർ ഇവിടെ നിൽക്കുന്നു. മാനേജ്മെന്റ് ആണെങ്കിൽ സ്കൂളിൻ്റെ കാര്യത്തിൽ യാതൊരു ശ്രദ്ധയും ചെലുത്തുന്നുമില്ല. പ്രശ്നം സംബന്ധിച്ച് MLAയുടെയും നഗരസഭാ ചെയർപേഴ്സണിൻ്റെയും മറ്റ് അധികാരികളുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും നടപടികളൊന്നും ഉണ്ടായിട്ടുമില്ല. സ്കൂളിൻ്റെ ദിവസം ഒന്നാമത് കുട്ടികൾ കുറവ്, പിന്നെ വെച്ചാൽ ഇവിടെ ഇപ്പം അധ്യാപകർ തന്നെ കുറവാണ്. ഒരു സാധാരണ ഒരു അധ്യാപനമില്ലത്. ഇപ്പോൾ വരുന്ന ടീച്ചർ പിന്നെ ഡെയിലി ബേസിൽ മുനിസിപ്പാലിറ്റി ആക്കിയാണ്. പിന്നെ ഒന്നാമത് അധ്യാപകർ തന്നെ കുട്ടികളെ വീട്ടിലെ രക്ഷിതാക്കളെ ചേർക്കുന്നില്ല. ഇവിടെ ഇപ്പോൾ 10-12 കുട്ടികൾ പുറത്ത് പോയിട്ട് ഇംഗ്ലീഷ് മീഡിയത്തിലും പിന്നെ അടുത്ത സ്കൂളും പോയി പഠിക്കുന്നുണ്ട്. ഒന്നാമത് നാട്ടുകാർക്കും ഒരു പ്രത്യേക ഒരു ശുഷ്കാന്തി കാണിക്കുന്നില്ല എന്നാണ് പറയാനുള്ളത്. ഞാൻ ഒരു 5 കൊല്ലം PTA പ്രസിഡൻ്റ് ആയിരുന്നു. അപ്പോൾ അന്നേ തന്നെ നമ്മൾ കുറേ നാട്ടുകാരോട് സമ്മതം ചെലുത്തി. അപ്പോൾ ഒരു നാട്ടുകാരോട് കമ്മിറ്റി വിളിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അതിനൊന്നും ആരും തയ്യാറായില്ല. അതുകൊണ്ട് ഇപ്പം തന്നെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പോകുന്ന ഒരുപാട് കുട്ടികളുണ്ട്. ധനസൗകര്യം എന്ന് വെച്ചാൽ ഒന്നാമത് അധ്യാപകന്മാരില്ല. MLAയോട് ഞാൻ PTA പ്രസിഡൻ്റ് ആയ സമയത്ത് തന്നെ പിന്നെ നമ്മൾ 2 പ്രാവശ്യം MLAയുടെ ഓഫീസിൽ പോയിട്ട് തന്നെ MLAയോട് നേരിട്ട് തന്നെ പിന്നെ ആളെ ഓഫീസിൽ പോയിട്ട് തന്നെ വെച്ചിട്ട് ഒരു മെമ്മോറാണ്ടം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു വെച്ചാൽ നമ്മളെ ഒരു ദ്വീപായതുകൊണ്ട് അങ്ങനെ സ്കൂൾ എടുത്തുപോലെ എന്തായാലും ഒരു കുട്ടികളായാലും നമ്മൾ സ്കൂൾ നിലനിർത്തും തന്നെയാണ് പറയുന്നത് MLA.
ഇവർ ഇപ്പോഴത്തെ PTA പ്രസിഡൻറ്റും പിന്നെ HM കൂടിയിട്ട് വിദ്യാസമ്പത്തിനെ കാണാൻ വേണ്ടി പോയി തിരുവനന്തപുരം. അപ്പോൾ അത് അയാൾ നോക്കാം എന്നു പറഞ്ഞു. ഇനി സ്കൂളിന്റെ അവസ്ഥയൊന്നു കാണാം. ഏത് നിമിഷവും സ്കൂൾ തകർന്നു വീണേക്കാം. ദ്രവിച്ചു വീണറായ ജനലുകളും വാതിലുകളും. ഓടിട്ട കെട്ടിടത്തിന്റെ പട്ടിക ദ്രവിച്ചു വീണിരിക്കുന്നു. ചിലയിടത്ത് പട്ടിക കഷണം വച്ച് ഓടിനെ നിർത്തിയിരിക്കുന്നു. ചിതലുകൾ കഴുക്കോലുകളെ കാർന്നു തിന്നുന്നു. വിണ്ടുകീറിയ ചുമരുകളും. വൈദ്യുതി പോലുമില്ലാത്ത ഇരുട്ടുവീണ മുറികളിൽ പരസ്പരം കാണുക പോലും ചെയ്യാതെ വിദ്യാഭ്യാസത്തിന്റെ കറുത്ത അധ്യായങ്ങൾ കുരുന്നുകൾക്ക് സമ്മാനിക്കുന്ന ഒരിടം. തൊട്ടടുത്ത പൊതുവിദ്യാലയങ്ങളിൽ കുട്ടികളെ പഠിപ്പിക്കണമെന്നും മികച്ച വിദ്യാഭ്യാസം പൊതുവിദ്യാലയങ്ങളിലൂടെയെന്നും രായ്ക്ക് രാമാനം പറയുന്ന ജനപ്രതിനിധികളെ നിങ്ങൾ എന്തേ ഈ കുരുന്നുകളുടെ അവസ്ഥ കാണാത്തെ? നിങ്ങൾക്ക് കയ്യടി കിട്ടുന്നിടത്ത് പേരും പ്രശസ്തിയും ഉണ്ടാവുന്നിടത്ത് മാത്രമാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചിലത് നടപ്പാക്കേണ്ടത്? ഈ കുട്ടികൾക്ക് ചിലപ്പോൾ വരുംകാലത്ത് ഓർമ്മിക്കാൻ ഒരു നല്ല മുഹൂർത്തവും സമ്മാനിക്കാൻ ഈ സ്കൂളിന് കഴിഞ്ഞേക്കില്ല. സ്കൂൾ ജീവിതത്തെക്കുറിച്ച് മറ്റുള്ളവർ പറയുമ്പോൾ ഇവർക്ക് ഈ സ്കൂളിനെ കുറിച്ച് എന്ത് നല്ലതാണ് ഓർമ്മിക്കാനുണ്ടാവുക? ഒരു കാലത്ത് നാടിന്റെ അഭിമാനമായ ഈ വിദ്യാലയത്തെ സംരക്ഷിക്കാനും നിലനിർത്താനും ഏവർക്കും ബാധ്യതയുണ്ട്. കൊട്ടിഘോഷ് നടപ്പാക്കുന്ന പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ യാതൊരു ഗുണവും ഈ സ്കൂളിൽ എത്തിയിട്ടില്ല. അധികൃതരുടെ അശ്രദ്ധയിൽ ഏതു നിമിഷവും അടച്ചുപൂട്ടൽ ഭീഷണി നേരിടുകയാണ് ഈ സ്കൂൾ. അതുകൊണ്ട് തന്നെ അധികൃതർ എത്രയും വേഗം ഈ സ്കൂളിനെ സംരക്ഷിക്കുവാനുള്ള നടപടികൾ സ്വീകരിച്ചേ പറ്റൂ. ക്യാമറമാൻ പ്രമോദ് ചെടിച്ചേരിയൊപ്പം ശ്രീജിത്ത് കൊയ്യം, സീൽ ന്യൂസ്. മന്ന ഖബർസ്ഥാനിനോട് ചേർന്ന് ഇടവഴിയിൽ മാലിന്യം തള്ളുന്നത് പതിവായി. ദിനംപ്രതി നൂറുകണക്കിന് വിദ്യാർത്ഥികളും നാട്ടുകാരും നടന്നുപോകുന്ന ഇടവഴിയിലെ മാലിന്യ കൂമ്പാരം ദുർഗന്ധവും മാലിന്യ കേന്ദ്രീകൃത രോഗങ്ങളും പരത്തുന്നു. പകർച്ചവ്യാധി ഭീതിയിൽ നാട്ടുകാർ. ദിനംപ്രതി നൂറുകണക്കിന് വിദ്യാർത്ഥികളും നാട്ടുകാരും നടന്നുപോകുന്ന ഇടവഴിയിൽ ഖബർസ്ഥാനോട് ചേർന്ന് മാലിന്യം തള്ളുന്നത് പതിവായി. വീട്, ഹോട്ടലുകൾ, കടകൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഖര ജൈവ മാലിന്യങ്ങൾ പ്ലാസ്റ്റിക് കവറുകളിലാക്കി രാത്രികാലങ്ങളിലാണ് ഇവിടെ തള്ളുന്നത്. നിരവധി തവണ നഗരസഭയിൽ പരാതി പറഞ്ഞെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ലെന്ന് നാട്ടുകാർ പറയുന്നു. സീതി സാഹിബ്, യത്തീംഖാന എന്നീ സ്കൂളുകളിലേക്ക് മന്നയിൽ നിന്ന് എളുപ്പം എത്തിച്ചേരാനുള്ള ഇടവഴിയിലെ മാലിന്യങ്ങൾ കാരണം കുട്ടികൾക്ക് നടന്നു പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ജൈവമാലിന്യങ്ങൾ തിന്നാൻ വരുന്ന നായ്ക്കളുടെ ശല്യവും രൂക്ഷമാണ്. രാത്രികാലങ്ങളിൽ മദ്രസകളിലേക്ക് ഭീതിയോടെയാണ് കുട്ടികൾ പോകുന്നത്. മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുന്ന ജലത്തിൽ കൊതുകുകൾ പെരുകുകയും ജലജന്യ കൊതുകുജന്യ രോഗങ്ങൾ പെരുകുകയും വിവിധതരം പനികളുടെ കേന്ദ്രമായി മാറുകയും ചെയ്യുന്ന ഭീതിയിലാണ് നാട്ടുകാർ. ഇവിടെ യാത്രക്കാരും അയൽവക്കത്തുള്ളവർ കുറേ അപ്പുറത്തുള്ളവരെല്ലാം ഇങ്ങോട്ട് വന്ന് ചാടും. അവർക്ക് ബുദ്ധിമുട്ടില്ലല്ലോ ഇവിടെ ചാടിയാൽ. ഞങ്ങൾ ഇവിടെ നിൽക്കുന്നവർ സഹിച്ചോളണം. സീതി സാഹിബും യത്തീംഖാന സ്കൂളും. ചെറിയ കുട്ടി യത്തീംഖാന ചെറിയ കുട്ടികളാണ്. നമ്മളിവിടെ രോഗങ്ങൾ ഏകദേശം ഉണ്ട്. കുട്ടികളൊന്നും പനി വിട്ടു പോകുന്നില്ല. സ്ഥിരം ചികിത്സയാണ്. നമ്മളെ മോളമൊക്കെ സ്ഥിരം ചികിത്സയാണ്. ഇവർ ഇതന്നെ ഈ വെള്ളത്തിൻ്റെ അവർ പറയുന്നത്. കുറേ കാലം നമ്മളിവിടെ ബോർഡ് വെച്ചിട്ടും അതിനൊന്നും ഒരു പ്രയോജനമില്ല. നഗരസഭയോടും പറഞ്ഞ കാര്യങ്ങൾ അന്നേരം ഇങ്ങനെ ഓരോ GLR ഇങ്ങനെ ഓരോ കൊണ്ടുവരും. പിന്നെ ഇതുവരെ ഒന്നും നടപടിയൊന്നും കിട്ടിയില്ല. സമീപത്തെ വീടുകളിലെ കുട്ടികളുടെ മാറാരോഗങ്ങൾക്ക് കാരണം മാലിന്യ കലർന്ന വെള്ളം കിണറുകളിൽ എത്തുന്നത് കൊണ്ടാണെന്നും ദുർഗന്ധവും മാലിന്യ കേന്ദ്രീകൃത രോഗങ്ങളും പരത്തുന്ന മാലിന്യ കൂമ്പാരം നീക്കം ചെയ്യാൻ നഗരസഭയുടെ ഭാഗത്തു നിന്നും അടിയന്തര നടപടി ഉണ്ടാകണമെന്നും ഇടവഴിയിൽ സോളാർ ലൈറ്റുകൾ സ്ഥാപിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. സീൽ ന്യൂസ്, തളിപ്പറമ്പ. തളിപ്പറമ്പ ശ്രീകണ്ഠാപുരം സംസ്ഥാന പാതയിൽ ചേരംകുന്ന് വളവിൽ മണ്ണിടിച്ചിൽ രൂക്ഷമാകുന്നു. ഇതിന് സമീപത്തായി ഏത് സമയവും നിലംപൊത്താവുന്ന നിരവധി കൂറ്റൻ മരങ്ങളും അപകട സാധ്യതയും വർദ്ധിപ്പിക്കുകയാണ്. കാലവർഷം ശക്തമാകും തോറും പാതയുടെ വിവിധ ഭാഗങ്ങളിൽ മണ്ണിടിച്ചിൽ രൂക്ഷമാണ്. പല സമയത്തും മണിക്കൂറുകളോളം ഗതാഗത തടസ്സവും ഉണ്ടാകും. മണ്ണിടിച്ചിൽ മൂലം ഇതിന് സമീപത്തായി സ്ഥിതി ചെയ്യുന്ന കൂറ്റൻ മരങ്ങളും ഏത് സമയവും റോഡിലേക്ക് പൊട്ടിവീഴും. സംസ്ഥാന പാത ആയതിനാൽ തന്നെ ദിനവും നിരവധി വാഹനങ്ങളാണ് ഇതുവഴി കടന്നുപോകുന്നത്. അപകട സാധ്യത ഉയർത്തി നിൽക്കുന്ന മരങ്ങൾ എത്രയും പെട്ടെന്ന് മുറിച്ചുമാറ്റിയില്ലെങ്കിൽ മറ്റൊരപകടത്തിനു കൂടി നാം സാക്ഷ്യം വഹിക്കേണ്ടി വരും. സീൽ ന്യൂസ്, ശ്രീകണ്ഠാപുരം. നിടുവാലൂർ ചുഴലി റോഡ് ടാറിംഗ് തകർന്ന് ഗതാഗതം ദുഷ്കരമാകുന്നു. നിടുവാലൂർ മുതൽ 4 കിലോമീറ്റർ ദൂരത്തിൽ പലയിടങ്ങളിലും കുഴികൾ രൂപപ്പെട്ടു കഴിഞ്ഞു.
ഇരുചക്ര വാഹനങ്ങൾ നിത്യേന കുഴിയിൽ വീണ് അപകടത്തിൽപ്പെടുന്നത് പതിവായിരിക്കുകയാണ്. കഴിഞ്ഞ വേനൽക്കാലത്ത് റോഡിന്റെ അറ്റകുറ്റപ്പണി നടത്തിയെങ്കിലും കാലവർഷം ആരംഭിച്ചതോടെ റോഡ് തകരുവാനും തുടങ്ങി. റോഡിന്റെ ഇരുവശങ്ങളിലും മഴവെള്ളം ഒഴുകിപ്പോകുവാനുള്ള ഓവുചാലുകൾ ഇല്ലാത്തതാണ് മഴവെള്ളം കെട്ടിനിന്ന് റോഡ് തകരുവാനുള്ള കാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. സീൽ ന്യൂസ്, ശ്രീകണ്ഠാപുരം. നിശ്ചയദാർഢ്യത്തിൽ ഉറച്ചുനിന്ന മാലാഖമാർക്ക് ചരിത്ര വിജയം. 21 ദിവസത്തെ സമരത്തിന് ശേഷം അവരുടെ മുഖത്ത് പുഞ്ചിരി വിരിഞ്ഞു. സമരത്തിന് നേതൃത്വം നൽകിയവരും മറ്റ് നഴ്സുമാരും കണ്ണൂർ നഗരത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി. സമരവിജയത്തിന് ശേഷം കണ്ണൂരിലെത്തിയ ഇന്ത്യൻ നഴ്സസ് അസോസിയേഷൻ സംസ്ഥാന നേതാക്കളായ ലിബിൻ തോമസ്, സെക്രട്ടേറിയറ്റിന് മുന്നിൽ 8 ദിവസം നിരാഹാരമിരുന്ന പ്രവീണ, അജിത് എന്നിവരെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും സ്വീകരിച്ചു. തുടർന്ന് കനത്ത മഴയെപ്പോലും അവഗണിച്ച് അവരുടെ വിജയം ആഘോഷിച്ചു. ഉറക്കെ മുദ്രാവാക്യം മുഴക്കി. കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും ആരംഭിച്ച ആഹ്ലാദ പ്രകടനം സ്റ്റേഡിയം കോംപ്ലക്സിൽ സമാപിച്ചു. ജില്ലയിലെ വിവിധ ആശുപത്രികളിലെ നഴ്സുമാർ പങ്കെടുത്തു. സീൽ ന്യൂസ്, കണ്ണൂർ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് കോൺഗ്രസ് ആഭിമുഖ്യത്തിൽ കലക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. KPCC ജനറൽ സെക്രട്ടറി VA നാരായണൻ ഉദ്ഘാടനം ചെയ്തു. GST മൂലമുള്ള അധിക ബാധ്യത സർക്കാർ അടക്കുക, വെട്ടിക്കുറച്ച വിൽപ്പന കമ്മീഷൻ വർദ്ധിപ്പിക്കുക, ബോണസ് വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ സംഘടിപ്പിച്ചത്. പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരുന്ന നിലപാടാണ് കേന്ദ്രവും കേരളവും നടപ്പിലാക്കുന്നതെന്ന് ജനറൽ സെക്രട്ടറി VA നാരായണൻ പറഞ്ഞു. രാവിലെ 7 മണിക്ക് തുടങ്ങി ബസ് സ്റ്റാൻഡുകളിലും കവലകളിലും ഈ രാജ്യത്തിലെ സാധാരണക്കാരെ നേരിട്ട് സമീപിച്ച് ഒരു ടിക്കറ്റ് എടുക്കണമെന്ന് 10 തവണ ആവശ്യപ്പെട്ടാണ് ഞങ്ങളൊക്കെ ബസ്സിൽ യാത്ര ചെയ്യുന്നവരാണ്. പല സുഹൃത്തുക്കളും നമ്മളോട് പറയുമ്പോൾ അവരുടെ ദൈന്യത കണ്ടുകൊണ്ട് ഞാൻ ടിക്കറ്റ് നോക്കാറില്ലെങ്കിലും, ടിക്കറ്റിലെ നമ്പർ നോക്കാറില്ലെങ്കിൽ മിക്കവാറും അത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകും. പക്ഷേ അവരുടെ ദൈന്യമായ മുഖം കണ്ട് ചിലപ്പോൾ ടിക്കറ്റ് എടുക്കാറുണ്ട്. അത്രയും ദൈന്യതയാർന്ന മുഖവുമായി കടന്നു പോകുന്ന പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരാണ് കേരളത്തിന്റെ ലോട്ടറി തൊഴിലാളികൾ. വളരെ മാന്യമായി അധ്വാനിക്കുന്നവർ, വളരെ മാന്യമായി ജീവിക്കാൻ വേണ്ടി തൊഴിൽ ചെയ്യുന്നവർ, അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പിച്ച ചട്ടിയിൽ കൈയിട്ട് വാരുന്ന രീതിയിലാണ് GST നിയമം നടപ്പിലാക്കിയത്. GST നല്ലൊരു ആശയമായിരുന്നു. ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ നടപ്പിലാക്കിയ GST ഇന്ത്യയിൽ നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടത്, അതിനുവേണ്ടി നേതൃത്വം നൽകിയത് പ്രധാനമന്ത്രി ജില്ലാ പ്രസിഡന്റ് ജിൻസ് മാത്യു അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറിമാരായ സുരേഷ് ബാബു എളയാവൂർ, MK മോഹനൻ, പൂന്തോടൻ ബാലൻ, PT അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. സീൽ ന്യൂസ്, കണ്ണൂർ. തളിപ്പറമ്പ് നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ ജില്ലാ കമ്മിറ്റിയുടെ ഇടപെടൽ ഫലം കണ്ടു. പാർട്ടിയിലെ ഇരുവിഭാഗത്തിനും കമ്മിറ്റിയിൽ സ്ഥാനം നൽകിയാണ് പ്രശ്നം പരിഹരിച്ചത്. ഗ്രൂപ്പ് വഴക്കിലേക്ക് നീങ്ങുമായിരുന്ന തളിപ്പറമ്പ് നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ ജില്ലാ നേതൃത്വം ഇടപെട്ട് സമവായമുണ്ടാക്കുകയായിരുന്നു. നഗരസഭാ ചെയർമാൻ മഹമ്മൂദ് അള്ളാംകുളത്തെ പിന്തുണയ്ക്കുന്ന CPV അബ്ദുള്ളയെ പ്രസിഡന്റാക്കി. എതിർചേരിക്ക് നേതൃത്വം നൽകുന്ന P മുഹമ്മദ് ഇക്ബാലാണ് പുതിയ ജനറൽ സെക്രട്ടറി. ചപ്പാരപ്പടവ് പഞ്ചായത്തിൽ നിന്നുള്ള OP ഇബ്രാഹിംകുട്ടിയാണ് ട്രഷറർ. പാർട്ടിയിലെ ഇരുവിഭാഗത്തിനും കമ്മിറ്റിയിൽ സ്ഥാനം നൽകിയാണ് പ്രശ്നപരിഹാരമുണ്ടാക്കിയത്. കൗൺസിൽ യോഗം ജില്ലാ ജനറൽ സെക്രട്ടറി അബ്ദുൽ കരീം ചേലേരി ഉദ്ഘാടനം ചെയ്തു. സ്ഥാനമൊഴിഞ്ഞ പ്രസിഡന്റ് KK അബ്ദുറഹിമാൻ അധ്യക്ഷത വഹിച്ചു. സീൽ ന്യൂസ്, തളിപ്പറമ്പ്. കുറുമാത്തൂർ വില്ലേജിലെ പഴയ റീസർവേ നമ്പർ 31 ഉൾപ്പെട്ട മിച്ചഭൂമിയായി ഏറ്റെടുക്കേണ്ട 274 ഏക്കർ ഭൂമി സ്വകാര്യ വ്യക്തികൾ കയ്യേറി വിൽപ്പന നടത്തുന്നു. എന്നാൽ ഇതേ ഭൂമിക്ക് തന്നെ മറ്റു ചിലർ വ്യാജ പട്ടയവും പ്രമാണങ്ങളും ഉണ്ടാക്കി ഹൈക്കോടതിയെ സമീപിച്ചതായും ആരോപണമുയർന്നു.
മിച്ചഭൂമിയായി ഏറ്റെടുക്കേണ്ടതും എന്നാൽ നടപടിക്രമം പൂർത്തിയാക്കാത്തതിനാൽ ഇതിൽപ്പെട്ട ഭൂമിയുടെ രജിസ്ട്രേഷൻ നടപടി നിർത്തിവെച്ചുകൊണ്ട് തളിപ്പറമ്പ് സബ് രജിസ്ട്രാർ ഓഫീസർ നിരോധന ഉത്തരവ് നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഭൂമിയുടെ നിജസ്ഥിതി അറിയുന്നതിനും മിച്ചഭൂമിയായി ഏറ്റെടുക്കേണ്ടതാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഏറ്റെടുത്ത് ഭൂരഹിതരായ കർഷകർക്ക് വിതരണം ചെയ്യണമെന്നും ആവശ്യമുയർന്നു. കടമ്പേരി ദേവസ്വത്തിൽ നിന്ന് ഈ ചെറിയാൻ ജോസഫ് 1942 പാട്ടത്തിനെടുത്ത ഭൂമിയാണ്. അപ്പോൾ യാതൊരു ഏലാർ ആക്ട് അനുസരിച്ച് ഡിക്ലറേഷൻ, ഭൂമി സംബന്ധിച്ചുള്ള ഡിക്ലറേഷൻ കൊടുക്കാത്തതിന്റെ പേരിൽ തിരുവനന്തപുരം സ്റ്റേറ്റ് ലാൻഡ് ബോർഡ് ഇവരുടെ മേലെ ഈ സ്വത്തിന്റെ മേലെ സുവോ മോട്ടോ ആക്ഷൻ എടുക്കാൻ തളിപ്പറമ്പ് ലാൻഡ് ബോർഡിനെ 6/6/92 12/516/92 എന്ന ഉത്തരവിലൂടെ നിർദ്ദേശിച്ചു. വാർത്താ സമ്മേളനത്തിൽ പി.കെ. കുഞ്ഞിരാമൻ, വി. പ്രേമരാജൻ, കെ.വി. ബാലകൃഷ്ണൻ, വി. ഗംഗാധരൻ എന്നിവർ പങ്കെടുത്തു. സീൽ ന്യൂസ്, കണ്ണൂർ. 110 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച KSTP റോഡ് വാഹന പാർക്കിംഗ് കേന്ദ്രമായി മാറുന്നു. എരിപുരം മുതൽ പഴയങ്ങാടി പാലം വരെയാണ് റോഡിനിരുവശവും അനധികൃത പാർക്കിംഗ് നടത്തുന്നത്. അപകടം പതിവാകുമ്പോഴും അധികൃതർക്ക് മിണ്ടാട്ടമില്ല. പഴയങ്ങാടി പോലീസ് സ്റ്റേഷന്റെ മൂക്കിൻ തുമ്പത്താണ് പഴയങ്ങാടി പട്ടണം എന്ന് പറയാം. എന്നാൽ പഴയങ്ങാടി പട്ടണത്തിൽ ഏതു നേരവും ഗതാഗത കുരുക്കാണ്. ഇതിന് പ്രധാന കാരണം വാഹനങ്ങളുടെ അനധികൃത പാർക്കിംഗ് ആണ്. എരിപുരം മുതൽ പഴയങ്ങാടി പാലം വരെ റോഡിനിരുവശങ്ങളിലും വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് കാണാം. പോലീസിന് ഇവിടെ പുല്ലുവിലയാണെന്ന് തോന്നും ഈ കാഴ്ച കണ്ടാൽ. പോലീസ് നോ പാർക്കിംഗ് എന്ന് ബോർഡ് വെച്ചതിന് താഴെയും വാഹനങ്ങൾ പാർക്ക് ചെയ്തതായി കാണാം. KSTP റോഡിൽ അപകടം പതിവാകുന്ന എരിപുരം ഇറക്കത്തിൽ പോലീസ് തന്നെ വാഹനം പാർക്ക് ചെയ്യാൻ അനുമതി നൽകുന്ന കാഴ്ചയും കാണാം. കഴിഞ്ഞ ദിവസം എരിപുരം ഇറക്കത്തിൽ ബസ് അപകടത്തിൽപ്പെട്ട 100ഓളം പേർക്ക് പരിക്കേറ്റിരുന്നു. അപകടം നടന്നിട്ടും അധികൃതർക്ക് യാതൊരു കുലുക്കവുമില്ല. പഴയങ്ങാടിയിൽ ട്രാഫിക് പരിഷ്കാരം നടപ്പാക്കുമെന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ വ്യാപാരികളുടെയും ജനപ്രതിനിധികളുടെയും സാന്നിധ്യത്തിൽ ഉറപ്പു നൽകിയിരുന്നു. ഇതും പാഴ്വാക്കായി. പഴയങ്ങാടിയിലെ ഫുട്പാത്തുകളും കച്ചവടക്കാർ കയ്യേറിയിട്ടുണ്ട്. ഇതിനെതിരെയും നടപടിയെടുക്കാൻ അധികൃതർ തയ്യാറാകണമെന്ന യാത്രക്കാർ പറയുന്നു. എരിപുരം മുതൽ പഴയങ്ങാടി വരെയുള്ള മേഖലയിൽ വളരെ വിശാലമായ റോഡ് നിർമ്മിച്ചിട്ടും KSTP റോഡിൽ സൈഡുകളിലും വാഹനങ്ങൾ നിരത്തി വെച്ചുകൊണ്ട് മറ്റു വാഹനങ്ങൾക്ക് പോകുന്നതിനും കാൽനട പോലും പറ്റാത്ത രീതിയിൽ ഈ തടസ്സങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന ഒരു അവസ്ഥ കാണുന്നത് വളരെ ദയനീയമാണ്. അധികാരികൾ, ട്രാഫിക് പോലീസ് അടക്കമുള്ള കാര്യങ്ങൾ ഈ ഭാഗങ്ങൾ തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളതാണ് ഇത് കാണുമ്പോൾ. പല ഭാഗങ്ങളിലും ബോർഡുകൾ വെച്ചിട്ടുണ്ടെങ്കിലും നോ പാർക്കിംഗ് ബോർഡുകൾ വെച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും അതിൻ്റെ ഒരു ഗുണം പോലും ജനങ്ങൾക്കോ പൊതുജനങ്ങൾക്കോ കിട്ടാത്ത രീതിയിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്തുകൊണ്ട് തടസ്സപ്പെടുത്തുകയാണ്. അപ്പോൾ ബന്ധപ്പെട്ട അധികാരികൾ എത്രയും പെട്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ശക്തമായ നടപടി കൈക്കൊള്ളണമെന്നാണ് പൊതുവായിട്ട് പറയാൻ. ഈ റോഡിൻ്റെ ഗുണം ഇവിടുത്തെ വാഹനങ്ങൾക്ക് ഈ സ്വകാര്യ വാഹനങ്ങളും മറ്റ് വാഹനങ്ങളും കൊണ്ടുവന്ന് രണ്ട് ഭാഗത്തും വണ്ടി പാർക്കിങ്ങിൻ്റെ ഫലമായി തന്നെ ഈ റോഡിൻ്റെ വീതി ഗതാഗതത്തിന് തടസ്സമുണ്ടാകും. ഇങ്ങനത്തെ ആക്സിഡൻറ്റിൻ്റെ മെയിൻ കാരണം തന്നെ അപ്പുറം ഇപ്പുറം പാർക്ക് ചെയ്തുകൊണ്ട് വണ്ടിക്ക് ഒഴിഞ്ഞു പോകാൻ വേണ്ടി സ്ഥലമുണ്ട് വീട്ടിൽ വരുന്ന വണ്ടി. അതുതന്നെയാണ് മെയിൻ കാരണം. അധികൃതർ അത്രയും പെട്ടെന്ന് ഈ രണ്ട് ഭാഗത്ത് പാർക്ക് ചെയ്യുന്നത് മനസ്സിലാക്കാൻ വേണ്ടി വണ്ടി വേറെ ഏതെങ്കിലും സ്ഥലം കണ്ടെത്തിന് നിർത്തിട്ട് ഇവിടെ വെച്ചിട്ട് അതോ വിലകെടുത്തിന് പോലെയൊന്നും വെച്ചിട്ട് വൈകുന്നേരം വരെ വെച്ചിട്ട് അവരെ ഏടെങ്കിലും പോകുന്നവർ കണ്ണൂരിലും പോകുന്നവർ വൈകുന്നേരം വെച്ചിട്ട് വൈകുന്നേരം അതിലെടുത്തിട്ട് പോകും. സീൽ ന്യൂസ്, ചെറുകുന്ന. മലയോര മേഖലയിലെ കർഷകർ റബ്ബർ കൃഷിയിൽ നിന്നും പിന്തിരിയുന്നു. റബ്ബർ വെട്ടിമാറ്റി കുരുമുളക്, റംബൂട്ടാൻ തുടങ്ങിയ വിളകൾ നട്ടുപിടിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഭൂരിപക്ഷം വരുന്ന കർഷക ജനത. റബ്ബർ മേഖലയിലെ പ്രതിസന്ധി മലയോരത്തെ കർഷകരെ ചില്ലറിയൊന്നുമല്ല ദുരിതത്തിലാക്കുന്നത്. ഓരോ ദിവസം കഴിയുന്തോറും റബ്ബറിന്റെ വില കുത്തോട്ടു പോകാൻ തുടങ്ങിയതോടെ പലരും കടക്കെണിയിലായി. ബാങ്കുകളിൽ നിന്ന് വൻതുക വായ്പയെടുത്തവരൊക്കെ ജപ്തി ഭീഷണിയിലാണ്. റബ്ബറിന് നല്ല കാലം വരുമെന്ന പ്രതീക്ഷയിൽ നട്ടുവളർത്തിയ മരങ്ങൾ വില കിട്ടാതായതോടെ പലരും കൈയൊഴിഞ്ഞ മട്ടാണ്. എന്നാൽ പ്രതിസന്ധികളിൽ തളരാതെ കൃഷിയിടങ്ങളിൽ പുത്തൻ പരീക്ഷണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ആലക്കോട് രേരോത്തെ കരിക്കാട്ടിൽ ടോമി എന്ന കർഷകൻ. 3 ഏക്കറോളം സ്ഥലത്തുള്ള മരങ്ങൾ വെട്ടിമാറ്റി പകരം കുരുമുളകും റംബൂട്ടാനും വിളയിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇദ്ദേഹം. ശിഖരങ്ങൾ വെട്ടിമാറ്റിയ തടികളിലേക്ക് കുരുമുളക് വള്ളി പടർത്താമെന്ന ആശയവും ഇയാൾ പങ്കുവെക്കുന്നു.
റബ്ബർ വിലയിടിവിനെതിരെയുള്ള പ്രതിഷേധം കൂടിയാണ് ജോയിയുടെ ഈ പ്രവൃത്തി. റബ്ബറിൻ്റെ വിലയിടിവ് കൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ റബ്ബർ മുറിച്ചിട്ട് പൊടി ഇടുന്നത്. പൊടി മാത്രമല്ല, കുരുമുളക് മാത്രമല്ല, ജാതി, ഗ്രാമ്പു, റംബുട്ടാൻ ഇതെല്ലാം ഇതിനിടയ്ക്ക് കൃഷി ചെയ്യുന്നുണ്ട്. ഈ അടുത്ത കാലത്തായിട്ട് കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കടുത്ത വരൾച്ചകളിൽ ഒരു പ്രധാനപ്പെട്ട കാരണം റബ്ബർ കൃഷിയുടെ വ്യാപനം കൂടിയാണ് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. 20 വർഷം ബാക്കി നിൽക്കെയാണ് ടാപ്പിംഗ് തുടങ്ങി 5 വർഷമാവുമ്പോൾ തന്നെ മരങ്ങൾ മുറിച്ചു മാറ്റിയത്. ഇടക്കാലത്ത് റബ്ബറിന് 200 രൂപയിലേറെ വിലയുണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ കിട്ടുന്നത് തുച്ഛമായ വിലയാണ്. ടാപ്പിംഗ് കൂലിയും മറ്റ് ചിലവുകളും കഴിച്ചു നോക്കുമ്പോൾ കയ്യിൽ നിന്നും കാശു പോകുന്ന അവസ്ഥയും. പ്രതിസന്ധിയിൽ തളരാതെ പുത്തൻ പരീക്ഷണങ്ങളുമായി കർഷകർ രംഗത്തെത്താൻ തുടങ്ങിയതോടെ മലയോരത്തെ കൃഷിയിടങ്ങൾ വീണ്ടും സജീവമാവുകയാണ്. സീൽ ന്യൂസ്, ആലക്കോട്. നെടുവാലൂർ സോമേശ്വരി ക്ഷേത്ര പരിസരം ശുചീകരിക്കുന്നതിനിടെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വിഗ്രഹങ്ങളിൽ നിന്ന് തോന്നിക്കുന്ന ശില്പങ്ങൾ കണ്ടെടുത്തു. മണ്ണിൽ തീർത്ത നാഗത്തിന്റെ ശില്പമാണ് കണ്ടെടുത്തത്. വർഷങ്ങൾ പഴക്കമുള്ള ക്ഷേത്രമാണ് നെടുവാലൂർ സോമേശ്വരി ക്ഷേത്രം. ക്ഷേത്രം പൂജാരിയുടെ നേതൃത്വത്തിൽ പരിസരം വൃത്തിയാക്കുന്നതിനിടെയാണ് മണ്ണിൽ തീർത്ത നാഗത്തിന്റെ അടക്കമുള്ള നിരവധി ശില്പങ്ങൾ കണ്ടെടുത്തത്. ക്ഷേത്ര ഭാരവാഹികളും പുരാവസ്തു വകുപ്പിലെ ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും ചെയ്തു. നൂറ്റാണ്ടുകൾ പഴക്കമുണ്ടെന്നാണ് ഇവരുടെ നിഗമനം. മണ്ണിൽ തീർത്ത 10ലധികം ശില്പങ്ങളാണ് കണ്ടെടുത്തത്. മലയോര മേഖലയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ ക്ഷേത്രം നവീകരണത്തിന്റെ ഭാഗമായി സ്ഥലം വൃത്തിയാക്കുമ്പോൾ ശില്പങ്ങൾ കണ്ടെടുത്തിരുന്നു. വയക്കുമ്പോൾ കിട്ടിയ സാധനങ്ങൾ പിന്നെ കുറെ എത്ര പഴക്കമുണ്ടെന്ന് പറയാൻ പറ്റൂല. വേറെന്തു കാണുന്നില്ല, ഇവിടെ പ്രതിഷ്ഠിച്ചതല്ലാന്ന് എൻ്റെ അഭിപ്രായം. സീൽ ന്യൂസ്, ശ്രീകണ്ഠാപുരം. ആലക്കോട് കൃഷിഭവന്റെ നേതൃത്വത്തിൽ സൗജന്യ പച്ചക്കറി തൈ വിതരണം നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് മോളി മാനുവൽ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെ ഓണത്തിന് ഒരുമുറം പച്ചക്കറി പദ്ധതിയുടെ ഭാഗമായാണ് പച്ചക്കറി തൈകളും വിത്തും വിതരണം ചെയ്തത്. കൃഷി ഓഫീസർ പി നാരായണൻ അധ്യക്ഷത വഹിച്ചു. പി കെ ഗിരിജാമണി, ടി ജി വിക്രമൻ, കാരയിൽ മൊയ്തു, ജേക്കബ് ചൂരനൂലി, കെ വി പ്രസാദ്, ജയരാജൻ, സി ഷീജ എന്നിവർ സംസാരിച്ചു. സീൽ ന്യൂസ്, ആലക്കോട്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കൺവെൻഷൻ കാർത്തികപുരത്ത് വെച്ച് നടന്നു. തളിപ്പറമ്പ് ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി എ വാസു ഉദ്ഘാടനം ചെയ്തു. കാർത്തികപുരം വ്യാപാര ഭവനിൽ വെച്ച് നടന്ന യോഗത്തിൽ ആന്റണി ഡൊമിനിക് അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് രക്ഷാധികാരി വി എം കുര്യാക്കോസ് അംഗത്വ വിതരണം നടത്തി. വി എസ് സണ്ണി, പി ഒ വർക്കി, കെ ജി ഗോപിനാഥ്, നാരായണൻ നമ്പ്യാർ, പി പി മുരളി എന്നിവർ സംസാരിച്ചു. സീൽ ന്യൂസ്, ആലക്കോട്. മാടായി GMUP സ്കൂൾ മാതൃകാ ശാസ്ത്ര പരീക്ഷണശാല ഉദ്ഘാടനം സ്കൂളിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV സുമേഷ് ഉദ്ഘാടനം ചെയ്തു. നാം ഇവിടെ നിന്ന് സംസാരിക്കുന്നത് ഗൾഫ് കൺട്രീസിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഉള്ള ആളുകൾക്ക് വളരെ പെട്ടെന്ന് നമ്മളെ കണ്ടുകൊണ്ട് സംസാരിക്കാൻ പറ്റുന്ന തലത്തിലേക്ക് അത് മാറി. ആ മാറിയതിന് പിന്നുള്ള ചാലക ശക്തി എന്താണ്? നമ്മുടെ ആധുനിക ചികിത്സാ സമ്പ്രദായത്തിൽ വന്നിരിക്കുന്ന മാറ്റം എന്താണ്? സമൂഹത്തിൽ ഓരോ കാര്യത്തിലും പഠന സമ്പ്രദായത്തിലും പാഠ്യരീതിയിലെല്ലാം വന്നിരിക്കുന്ന ഈ മാറ്റത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് സയൻസ് ആണ്. അതുകൊണ്ട് മികച്ച ഒരു ശാസ്ത്ര ലാബ് ഒരു സ്കൂളിന് ഉണ്ടാകുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം വിദ്യാർത്ഥികൾക്ക് നല്ലതുപോലെ സയൻസ് ആഭിമുഖ്യം വളർത്തിയെടുക്കുന്നതിനും അവർക്ക് എക്സ്പെരിമെന്റ് നടത്തി പരീക്ഷണങ്ങളിലൂടെ പുതിയ കണ്ടുപിടുത്തങ്ങളിൽ എത്തിച്ചേരാനും കഴിയും എന്നുള്ളതാണ്. സർവശിക്ഷാ അഭിയാൻ ഫണ്ട് ഉപയോഗിച്ചാണ് ശാസ്ത്ര ലാബ് ഒരുക്കിയത്. മാടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് SK ആബിദ അധ്യക്ഷത വഹിച്ചു. TP വേണുഗോപാൽ പദ്ധതി വിശദീകരിച്ചു. CH സൗദ, ഫാത്തിമ കുട്ടിയസൻ, വെള്ളൂർ ഗംഗാധരൻ, രാജേഷ് കടന്നപ്പള്ളി, VV ഷാദുലി, ഫാത്തിമ, ആയിഷ ഉമ്മിൽ തുടങ്ങിയവർ സംബന്ധിച്ചു. സീൽ ന്യൂസ്, ചെറുകുന്ന. പരീക്ഷണ കൗതുകങ്ങളുടെ ലോകത്തേക്ക് കുട്ടികളെ ആനയിക്കാൻ കല്യാശ്ശേരി മണ്ഡലത്തിലെ പ്രഥമ ശാസ്ത്ര പരീക്ഷണശാല മാടായി GMUP സ്കൂളിൽ തുറന്നു. പൊതുവിദ്യാലയങ്ങൾ മികവിന്റെ കേന്ദ്രമാക്കുന്നതിന്റെ ഭാഗമായാണ് ശാസ്ത്ര പരീക്ഷണശാലയും ശാസ്ത്ര ഗാലറിയും ഒരുക്കിയത്. SSAയുടെ നേതൃത്വത്തിലാണ് പരീക്ഷണങ്ങളുടെ കൗതുകലോകം വിദ്യാർത്ഥികൾക്കായി തുറന്നുകൊടുത്തത്. ഇതിനായി 1.5 ലക്ഷം രൂപയും SSA നൽകി. ഈ പരീക്ഷണശാലയിൽ പരീക്ഷണങ്ങൾ നിരീക്ഷിക്കാനും കുട്ടികൾക്ക് സ്വന്തമായി പരീക്ഷണം നടത്താനും സാധിക്കും. ആസിഡുകൾ, ആൽക്കലികൾ, സൂചകങ്ങൾ, ലവണങ്ങൾ, ഡിജിറ്റൽ ത്രാസുകൾ, പ്രിസങ്ങൾ, ടെസ്റ്റ് ട്യൂബുകൾ, ബീക്കറുകൾ, സ്പിരിറ്റ് ഗ്ലാസ്, മനുഷ്യന്റെ അസ്ഥികൂടം, ഇലക്ട്രിക് ആൻഡ് ഇലക്ട്രോണിക് സർക്യൂട്ടുകൾ എന്നിവയും ഇവിടെ കാണാം.
ജീവശാസ്ത്രം, ഊർജ്ജതന്ത്രം, രസതന്ത്രം എന്നീ 3 വിഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുന്നു. പാഠപുസ്തകവുമായി ബന്ധപ്പെട്ട എല്ലാ പരീക്ഷണങ്ങളും പഠന പ്രവർത്തനങ്ങളും ഈ ലാബിൽ നമുക്ക് കുട്ടികളെ കൊണ്ടുവന്നിട്ട് സ്വന്തമായിട്ട് ചെയ്യാൻ വേണ്ടി കഴിയും. കൂടുതൽ വിപുലീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശാസ്ത്ര ഗാലറി കൂടി നമുക്ക് കൂടിയുണ്ട്. ഒരുപക്ഷെ IT സാധ്യതകളെ പരമാവധി പ്രയോജനപ്പെടുത്തുന്നുണ്ട്. IT റൂമിൽ നിന്ന് വിട്ടുമാറിക്കൊണ്ട് ശാസ്ത്ര ലാബിൽ തന്നെ IT കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഒരുപക്ഷെ കേരളത്തിലെ ആദ്യത്തെ ഹൈടെക് ഗവൺമെൻറ് UP സ്കൂളിലെ ആദ്യത്തെ ഹൈടെക് ശാസ്ത്ര ഗാലറി ആവാനുള്ള സാധ്യത ഇതിലുണ്ട് എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. കുട്ടികളുടെ ശാസ്ത്ര നിരീക്ഷണ കൗതുകം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി SSA കഴിഞ്ഞ വർഷം സംസ്ഥാനത്തെ എല്ലാ മണ്ഡലങ്ങളിലും ഒരു വിദ്യാലയത്തിന് ശാസ്ത്ര ലാബ് അനുവദിച്ചിരുന്നു. കല്യാശ്ശേരി മണ്ഡലത്തിലെ ശാസ്ത്ര ലാബ് മാടായി GMUP സ്കൂളിലാണ് ഞങ്ങൾ നൽകിയത്. മാടായി GMUP സ്കൂളിലെ ശാസ്ത്ര പരീക്ഷണശാല ഏറെ മാതൃകാപരമായ പ്രവർത്തനമാണ്. സീൽ ന്യൂസ്, ചെറുകുന്ന. പാപ്പിനിശ്ശേരി കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ അനുമോദനവും ക്യാഷ് അവാർഡ് വിതരണവും സംഘടിപ്പിച്ചു. ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി TV രാജേഷ് MLA ഉദ്ഘാടനം ചെയ്തു. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ 4 മിഷനുകളാണ് സർക്കാർ പ്രഖ്യാപിച്ചത്. അതിലൊന്ന് ലൈഫ് പദ്ധതിയാണ്. വീടില്ലാത്ത എല്ലാവർക്കും വരുന്ന 3 വർഷം കൊണ്ട് വീട് വെച്ച് കൊടുക്കുന്ന ഒരു പദ്ധതിയാണ്. സ്വന്തമായി സ്ഥലമുള്ളവർക്ക് ആ സ്ഥലത്ത് വീട്, സ്വന്തമായി സ്ഥലമില്ലാത്തവർക്ക് ഗവൺമെൻറ് ഫ്ലാറ്റ് നിർമ്മിച്ചു. ആ ഫ്ലാറ്റിൽ അവർക്ക് ആവശ്യമായ വിസ്തീർണത്തിലുള്ള സ്ക്വയർ ഫീറ്റുള്ള ബിൽഡിംഗ് ആ ഫ്ലാറ്റ് സമുച്ചയത്തിൽ അവർക്ക് അനുവദിച്ചു നൽകുകയും ചെയ്യും. അതുപോലെ തന്നെയാണ് ആതുര പദ്ധതി. നിങ്ങൾ മനസ്സിലാക്കുന്നത് നമ്മുടെ കേരളം ഇത് രോഗാതുരമായ സമൂഹമായി മാറിയിരിക്കുന്നു. നമ്മുടെ കേരളത്തിൻ്റെ ആരോഗ്യം വീണ്ടെടുക്കാൻ, നമ്മുടെ ജനകീയ ആരോഗ്യ മേഖലയെ സമ്പുഷ്ടമാക്കാൻ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതിയാണ് ആതുര പദ്ധതി. അതുപോലെ തന്നെ ഹരിതകേരളം. ഈ പറയുന്ന എല്ലാ പദ്ധതികളുടെയും അമ്മയാണ് ഹരിതകേരളം. SSLC+2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ ബാങ്കിന്റെ പ്രവർത്തന പരിധിയിലുള്ള സ്കൂളുകളിലെ കുട്ടികളെയും SSLC പരീക്ഷയിൽ 100% വിജയം കരസ്ഥമാക്കിയ മോറാഴ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനും പറശ്ശിനിക്കടവ് ഹയർ സെക്കൻഡറി സ്കൂളിനും ബാങ്കിന്റെ പ്രവർത്തന പരിധിയിൽ നിന്നും ഖൊരാന സ്കോളർഷിപ്പ് നേടിയ ജേതാവിനെയും BA റാങ്ക് ജേതാവിനെയുമാണ് അനുമോദിച്ചത്. PK ശ്യാമള, MK ദിനേശ് ബാബു, T ചന്ദ്രൻ, P മുകുന്ദൻ എന്നിവർ ഉപഹാര വിതരണം നടത്തി. K നാരായണൻ, EP ഓമന, TT ബാലകൃഷ്ണൻ, KM ജോസ്, MV ജനാർദ്ദനൻ, MV വേണുഗോപാൽ എന്നിവർ സംസാരിച്ചു. സീൽ ന്യൂസ്, ധർമ്മശാല. കാർത്തികപുരം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ക്യാൻസർ ബോധവൽക്കരണ ക്ലാസും പ്രദർശനവും സംഘടിപ്പിച്ചു. ഉദയഗിരി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി മാത്യു ഉദ്ഘാടനം ചെയ്തു. തലശ്ശേരി സോഷ്യൽ സർവീസ് സൊസൈറ്റി, മലബാർ ക്യാൻസർ സെന്റർ, സ്കൂളിലെ വിവിധ ക്ലബ്ബുകൾ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. ഡോക്ടർ ഫിനിക്സ് M ഫിലിപ്പ് ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി. TSS ഡയറക്ടർ ഫാദർ ബെന്നി നിരപ്പിൽ, ഫിലൈറ്റ് സ്റ്റീഫൻ, MS ബീഗൻ നിസ, VB രാജേഷ്, CK സത്യൻ, ആന്റണി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. സീൽ ന്യൂസ്, ആലക്കോട്. JCA കാനന്നൂർ സിറ്റി നേതൃത്വത്തിൽ സ്ത്രീ പുരുഷ സുരക്ഷാ സംരംഭകത്വ സെമിനാർ സംഘടിപ്പിച്ചു. കണ്ണൂർ പാർക്കൻസിൽ നടന്ന പരിപാടി കോർപ്പറേഷൻ ബാങ്ക് മാനേജർ KP ശ്രീധരൻ ക്ലാസ് എടുത്ത് ഉദ്ഘാടനം ചെയ്തു. സുധി മനോജ് അധ്യക്ഷത വഹിച്ചു. K ശർമ്മ, സുരേഷ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു. സീൽ ന്യൂസ്, കണ്ണൂർ. കഴിഞ്ഞ ദിവസം അന്തരിച്ച കണ്ണൂർ നഗരസഭ മുൻ വൈസ് ചെയർമാനും മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റുമായ PT പവിത്രന്റെ മൃതദേഹം പയ്യാമ്പലത്ത് സംസ്കരിച്ചു. വിവിധ സ്ഥലങ്ങളിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ചു. കണ്ണൂർ ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി, സേവാദൾ വളണ്ടിയർ, ട്രേഡ് യൂണിയൻ നേതാവ്, നഗരസഭ ആക്ടിംഗ് ചെയർമാൻ എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. സീൽ ന്യൂസ്, കണ്ണൂർ. ദേശാഭിമാനി അറിവരംഗ സാംസ്കാരികോത്സവത്തിന്റെ സംഘാടക സമിതി ഓഫീസ് തുറന്നു. ജില്ലാ ലൈബ്രറി ഹാളിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV സുമേഷ് ഉദ്ഘാടനം ചെയ്തു. സാധാരണക്കാരന്റെ വികാര വായ്പാണ് ദേശാഭിമാനി. ആ ദേശാഭിമാനി കൂടുതൽ ശക്തിപ്പെടുത്താനും കൂടുതൽ പ്രചരിപ്പിക്കേണ്ടതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം നല്ലതുപോലെ നിറഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ് ലോകത്താകെ
രൂപപ്പെട്ടു കൊണ്ടിരിക്കുന്ന വളരെ അപകടകരമായ ഒരു രീതിയാണ്. സാമൂഹികമായ മാനുഷിക വികാരങ്ങളിൽ നിന്ന് വളരെ സന്തുലിതമായ തീവ്ര ദേശീയ വികാരത്തിലേക്ക് രാജ്യങ്ങൾ പരിമിതപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. സംഘാടക സമിതി ചെയർമാൻ എൻ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കെ വി സുധാകരൻ, എം സജീവൻ, പി കെ ബൈജു തുടങ്ങിയവർ സംസാരിച്ചു. ജൂലൈ 30 മുനിസിപ്പൽ സ്കൂളിലാണ് പരിപാടി നടക്കുക. സീൽ ന്യൂസ്, കണ്ണൂർ. ചക്കരക്കൽ സത്സംഗവേദിയുടെ നേതൃത്വത്തിൽ 22-ന് ആചാര്യ MK രാമകൃഷ്ണൻ സ്മരണാഞ്ജലി സംഘടിപ്പിക്കുന്നു. ചക്കരക്കൽ ഗോകുലം ഓഡിറ്റോറിയത്തിലാണ് പരിപാടി നടക്കുക. ആധ്യാത്മിക രംഗത്തെ സൂര്യതേജസ്, ദേശീയ അധ്യാപക അവാർഡ് ജേതാവ്, സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യം എന്നീ രംഗങ്ങളിൽ നിറസാന്നിധ്യമായിരുന്നു MK രാമകൃഷ്ണൻ മാസ്റ്റർ. ചടങ്ങിൽ വസന്തകുമാരി ദീപപ്രജ്വലനം നടത്തും. അഡ്വക്കേറ്റ് വിനയരാജ്, സി കൃഷ്ണൻ, എം രാമചന്ദ്രൻ നമ്പ്യാർ, KN രാധാകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. സീൽ ന്യൂസ്, മുണ്ടേരി. കണ്ണൂർ പിള്ളയാർകോവിൽ വഴിപാട് കൗണ്ടർ ഉദ്ഘാടനം നടന്നു. മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സജീവ് മാറോളി ഉദ്ഘാടനം ചെയ്തു. തീർച്ചയായും നമ്മുടെ ക്ഷേത്രത്തിന്റെ വികസനത്തിന്റെ പാതയിൽ ഒരു വലിയ നാഴികക്കല്ലായി ഇത് മാറും എന്ന കാര്യത്തിൽ തർക്കമില്ല. ക്ഷേത്രത്തിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ നമുക്ക് വഴിപാടുകൾ റിസീവ് ചെയ്യാനുള്ള ഒരു സൗകര്യം അത് ആധുനിക രീതിയിൽ ഏർപ്പെടുത്തുക എന്നത് നമ്മുടെ ഒരു കാലഘട്ടത്തിൽ സാധിച്ചു എന്നത് ഒരു വലിയ കാര്യമായി തന്നെയാണ് ഞാൻ കാണുന്നത്. കമ്പ്യൂട്ടർ സ്വിച്ച് ഓൺ കർമ്മം കെ മുരളി നിർവഹിച്ചു. സി ബീന അധ്യക്ഷത വഹിച്ചു. സി വി ഗിരീഷ് കുമാർ, ആർ രഞ്ജിത്ത്, MM ഹരീന്ദ്രൻ, കെ വി സജീവൻ തുടങ്ങിയവർ സംസാരിച്ചു. സീൽ ന്യൂസ്, കണ്ണൂർ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. BJP നേതാക്കൾക്കെതിരായ കോഴ ആരോപണം വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടതായി DGP ലോക്നാഥ് ബെഹ്റ. നിയമപാലകനാവുന്നതോടെ ഉത്തരവാദിത്തം കൂടുകയാണെന്നും നിയമപാലനം എളുപ്പമല്ലെന്നും DGP. സമഗ്ര വിദ്യാഭ്യാസ സംരക്ഷണ നിയമം അഭിമാനപൂർവ്വം സർക്കാർ കൊണ്ടാടുമ്പോഴും ഒരു സംരക്ഷണവും ലഭിക്കാതെ അടച്ചുപൂട്ടലിന്റെ വക്കിൽ ആന്തൂർ നഗരസഭയിലെ കോൾത്തുരുത്തി LP സ്കൂൾ. സ്കൂളിൽ പഠിപ്പിക്കാൻ അധ്യാപകരാരുമില്ല. തകർന്നു വീഴാറായ കെട്ടിടത്തിൽ 9 കുട്ടികൾ കഴിയുന്നത് ജീവൻ പണയപ്പെടുത്തി. നടപടിയെടുക്കാതെ അധികൃതർ. റബ്ബർ മേഖലയിലെ പ്രതിസന്ധി. റബ്ബർ വെട്ടിമാറ്റി മറ്റ് കൃഷികൾ ചെയ്യാനുള്ള തയ്യാറെടുപ്പിൽ കർഷകർ. വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.